കള്ളം പറഞ്ഞു എന്ന് തന്നെ പറയും. എന്റെ പൊന്നു അരുൺകുമാറെ, എന്തിനാണ് നമ്മുടെ പാവം സ്മൃതി പരുത്തിക്കാട് കള്ളം പറയുന്നു എന്നൊക്കെ പറയണത്? അത് സ്മൃതി പരുത്തിക്കാടിന് ഒട്ടും ഇഷ്ടാവില്ല. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ശരി, എന്നാലും എന്താണ് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് അരുൺകുമാറെ? ഇടത് സർക്കാർ പാലിയത്തുകാവിൽ ബാക്കിയുള്ള 19.9 ഏക്കർ സ്ഥലം റീസർവേ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലേ? നമ്മുടെ എറണാകുളത്ത് പരിയത്തുകാവിലെ ആ 8 ദളിത് കുടുംബങ്ങൾ താമസിക്കുന്ന അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കിവിടാൻ പോലീസ് കാണിച്ച അതിക്രമത്തിന്റെ കാര്യമല്ലേ? ഏത് നമ്മുടെ സതീശൻ സാർ അധികാരമേറ്റ് പിറ്റേ ദിവസമാണോ അന്ന് തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. അന്ന് ആ പോലീസ് അതിക്രമമൊക്കെ നടത്തിയിട്ട് ഈ LDF നേതാക്കൾ എന്ന് പറഞ്ഞ പഴയ മന്ത്രിമാരെ ഓടിച്ചെന്ന് അവരെ വലിയ സംരക്ഷകരായി നിന്നതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഈ അടി കൂടുന്നത്. അല്ല, എനിക്കൊരു സംശയം എന്താ അറിയോ, ഈ സ്മൃതി പരുത്തിക്കാട് മേഡം എന്തിനാണ് ഇപ്പം എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, സതീശൻ സാറ് വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറി, ഇനിയും എന്തിനാണ് മേഡം ഇങ്ങനെ കിടന്ന് തുള്ളുന്ന? BP കൂട്ടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒരാവശ്യമില്ല. ഇനി ഈ 5 വർഷത്തേക്ക് യാതൊന്നും സതീശൻ സാറിന് പേടിക്കാനുമില്ല. പിന്നെ നിങ്ങൾ ഈ TV കിടന്ന് പരസ്പരം തല്ലുകൂടുന്നത് എന്തിനാണ്? ഈ റേറ്റിംഗ് കൂട്ടാനാ? അതറിയുന്നില്ല. എന്തായാലും ഈ പരിയത്തുകാവ് അല്ലേ, പരിയത്തുകാവ് എന്നല്ലേ സ്ഥലത്തിൻ്റെ പേര്, എറണാകുളത്ത് 8 ഫാമിലിയെ വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ ജനറേഷനായിട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10, 80, 100 കൊല്ലത്തോളം ഉണ്ടോയെന്നറിയില്ല അവിടെ സ്ഥിര താമസമാക്കിയിട്ടുണ്ട്. അത് പുറമ്പോക്കാണെന്ന് അവർ പറയുന്നു, അല്ലാതെ സ്വകാര്യ ഭൂമിയിലാണെന്ന് ഒരു സ്വകാര്യ വ്യക്തി പറയുന്നു. പക്ഷെ നിയമം ഈ സ്വകാര്യ വ്യക്തിയുടെ കൂടെ നിന്നു. പക്ഷെ കാലങ്ങളായിട്ട് ഈ മനുഷ്യർ അവിടെ തലമുറകളായിട്ട് അവരുടെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ താമസിച്ച സ്ഥലമല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് വലിയ വിഷമം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോടതി വിധി വന്നാൽ പിന്നെ എന്ത് ചെയ്യും? സുപ്രീം കോടതി വരെ പോയി കഴിഞ്ഞില്ലേ. എന്നാലും നിങ്ങളെ തല്ലുകൂടൽ കാണാനും കേൾക്കാനും രസമുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങൾക്കൊരു രസം തോന്നട്ടെ. വേറെ ഇപ്പം നേരം പോക്കിനൊന്നും ഇല്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ഒരു ഗുമ്മ് പോയി കഴിഞ്ഞു. എന്നാലും സതീശൻ സാറിനെതിരെ ഈ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സ്മൃതി പരുത്തിക്കാടിന് സഹിക്കാൻ പറ്റില്ലല്ലോ. സ്മൃതി പരുത്തിക്കാടിൻ്റെ ആ കോപം ദേഷ്യമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സഖാവുള്ള അരുൺകുമാർ വെറുതെ ഇരിക്കുമോ? എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് ചൂട് പിടിപ്പിക്കും. പിന്നെ നമുക്ക് കോളായി ജോറായി 1 മണിക്കൂർ കേമാവും. ആ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടത്. എന്തായാലും ആ പൊരിഞ്ഞ കാഴ്ചകൾ നമ്മൾ കുറച്ചുകൂടെ ഉണ്ട്. കണ്ടാലോ? കണ്ടു നോക്കാം. എന്താണ് എന്നിട്ട് ചെയ്തത്? റീസർവേ ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അവരെ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ എന്നുള്ളതാണ്. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുക എന്ന് മാത്രമല്ല, അത് നടക്കില്ലാന്നേ. അങ്ങനെ നടക്കില്ലാന്നേ. ഇത് നമ്മുടെ സ്മൃതി പരുത്തിക്കാടാണ് പറയുന്നത്. ആ 8 കുടുംബങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുത്തേ പറ്റൂ. തലമുറകളോ അതിൻ്റെ അപ്പുറമുള്ള തലമുറകളോ ഒക്കെ അവിടെ താമസിച്ചാലും ശരി, അവരവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ എന്ന് നമ്മുടെ മേഡം തീരുമാനിച്ചു കഴിഞ്ഞു. ആയിക്കോട്ടെ, അവർക്ക് കുറച്ചും കൂടെ പറയേണ്ടത്. ഭൂമി അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം കോടതി വിധികളിലൂടെ നമുക്ക് വ്യക്തമായതാണ്. അവർക്ക് വീട് പണിത് കൊടുക്കുക, അവരെ അവിടെ നിന്ന് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. ഇല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഒറ്റ മിനിറ്റ്. ഈ പറയുന്ന കാലത്തൊന്നും അവിടേക്ക് പ്രവേശിക്കായിരുന്ന P. രാജീവും ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് R. ബിന്ദു അടക്കം സമരത്തിന്റെ ഭാഗമായി ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. കണ്ണിനും പുരികത്തിനും പരിക്കു പറ്റുന്ന രീതിയിൽ പോലീസ് മർദ്ദനവും ഇല്ല, ഉണ്ടായിട്ടില്ല. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 2ാം ദിവസം നടക്കണമെങ്കിൽ പോലീസിൽ ഗൂഢാലോചന ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മേഡം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും നടക്കില്ല. ഈ പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഇപ്പോഴത്തെ ഈ സർക്കാരിനെ, ഈ സതീശൻ സാറിനെ ഒക്കെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ആരോ ചെയ്തു വിട്ടതാണ്. അതുകൊണ്ടാണ് P. രാജീവൊക്കെ തോറ്റു നിൽക്കുന്ന ആളല്ലേ, വേറെ പണിയൊന്നും ഉണ്ടാവില്ല. ബിന്ദു മേഡം തോറ്റു. അപ്പോൾ ഓടി വന്ന് ഇവരുടെ രക്ഷകരായി ചമയുന്നു എന്നുള്ള കാര്യമൊക്കെ സ്മൃതി പരുത്തിക്കാടിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സമ്മതിച്ചു തരാൻ മേഡം തയ്യാറല്ല. ഇനി അരുൺകുമാർ സാറ് എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അരുൺകുമാർ സാറെ, ഈ വക നാടകങ്ങളൊക്കെ സ്മൃതി പരുത്തിക്കാടിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ സതീശൻ സാറിനെ കയറി ഉടനെ അപമാനിച്ചു വിടാന്നൊന്നും ധരിക്കണ്ട. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു 5 കൊല്ലം ഇതിനു വേണ്ടി പണിയെടുത്തതൊക്കെ മേഡത്തിനെ അറിയുള്ളൂ. അത് പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെ ആ ഒരു ഗ്ലാമർ ഇല്ലാതാക്കാൻ നിങ്ങൾ നോക്കണ്ട. അത് സമ്മതിച്ചു തരുന്ന പ്രശ്നമേ ഇല്ല. മേഡത്തിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയ പോലീസ്
ഇവിടെ പറഞ്ഞ ട്രാൻസ്ഫർ ഓർഡർ ഒക്കെ കിട്ടിയ ഏതെങ്കിലും പോലീസുകാരാണോ എന്ന് പിണറായി സംശയിക്കണം. ഒരു മിനിറ്റ് പറയട്ടെ. ട്രാൻസ്ഫർ ഓർഡർ ഒക്കെ കിട്ടിയ ഏതെങ്കിലും പോലീസുകാരാണോ ഈ ഉത്തരവ് നൽകി അന്വേഷിക്കുന്നുണ്ട് സാർ. അഭിപ്രായം പറഞ്ഞു. അങ്ങ് ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഇവിടെ ചോദ്യോത്തര വേളയല്ല. ഞാൻ സ്മൃതി മേഡം ഈ അരുൺകുമാർ ചിരിക്കുകയാണല്ലേ മേഡത്തിന് ഇങ്ങനെ ചൂടാക്കി വിട്ടുകൊടുക്കണ്ട മേഡം. എന്തായാലും സ്മൃതി പരുത്തിക്കാട് സമ്മതിച്ചു തരാൻ പോണില്ല അരുൺകുമാറെ. ആ 8 ഫാമിലി അവിടെ നിന്ന് എന്തായാലും കുടിയിറക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. പിന്നെ അവരെവിടെയെങ്കിലും താമസിപ്പിക്കണോ എന്നൊക്കെ കാര്യം നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കും. അത് നിങ്ങൾ പഴയ ഇടത് സർക്കാർ ചെയ്ത പോലെയൊന്നല്ല. 10-14 തവണ ഒഴിപ്പിക്കാൻ വന്നപ്പോൾ നിങ്ങൾ നടത്തിയ ഈ നാടകം പോലെയൊന്നും ആയിരിക്കില്ല ഈ 15ാമത്തെ തവണ. ഈ കഴിഞ്ഞ ഇടത് ഗവൺമെന്റിന്റെ കാലത്തൊക്കെ അവരെ ഇഷ്ടക്കാരെയൊക്കെ വേണ്ട സ്ഥലത്തൊക്കെ നിയമിച്ച പോലീസുകാരുണ്ടാവുമല്ലോ, അവരൊക്കെ ഈ UDF ഭരണം വന്നപ്പോൾ അവരെയൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ട്രാൻസ്ഫർ കിട്ടിയതിൽ ദേഷ്യം വന്ന ആരെങ്കിലും ഈ പോലീസ് സംഘത്തിൽ കയറി കിട്ടിയ അവസരം ഒന്ന് മുതലാക്കിയതാണോ എന്ന് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മേഡത്തിന് ഒരു സംശയമുണ്ട്. അങ്ങനെ വല്ലതുണ്ടോ അരുൺകുമാർ സാറേ? അരുൺകുമാർ സാർ അറിയാതിരിക്കില്ലല്ലോ, വല്ല ന്യൂസും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? എന്തായാലും സ്മൃതി പരുത്തിക്കാട് മേഡം വിട്ടുതരാൻ പോണില്ല. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ 5 കൊല്ലം ഈ ഒരു സർക്കാർ വരാൻ വേണ്ടിയിട്ട്. അത് വന്ന ഉടനെ ഈ വിധത്തിൽ നിങ്ങളൊക്കെ പടച്ചേർന്ന് നാറ്റിക്കാൻ നിന്നാൽ സ്മൃതി പരുത്തിക്കാട് ഒരു ഇഞ്ച് നിങ്ങൾക്ക് വിട്ടുതരാൻ പോണില്ല. അരുൺകുമാർ സാറ് കിടന്നിട്ട് എന്തൊക്കെ പയറ്റിയാലും ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ വല്ല വിട്ടുവീഴ്ചയ്ക്ക് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മേഡം തയ്യാറാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വിട്ടുകൊടുക്കരുത് സ്മൃതി പരുത്തിക്കാട് മേഡം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. കാരണം ഇതുപോലെ നിറയെ വിഷയങ്ങൾ ഇനി 5 വർഷം ഒരു സംശയമില്ല. കാരണം എന്താ അറിയോ, ഇത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമുള്ള ഒരു പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ വിഷയങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ വളരെ ഹാപ്പി ആയിരിക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്തൊക്കെ വന്നാലും ആ 8 കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടരുത് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നൊരു ചെറിയ അപേക്ഷ നമുക്കുണ്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.